ഡോക്ടർ നുസ്രത് ജഹാനിലേക്ക് ഒന്നുകൂടി പോകുകയാണ്. നമ്മൾ അവസാനിപ്പിച്ച അതേ പോയിന്റിൽ നിന്ന് നമുക്കൊന്നുകൂടി തുടങ്ങാം. ഇപ്പോൾ ഡോക്ടർ ആരിഫ് ഹുസൈൻ പറഞ്ഞു വെച്ച കാര്യം ജോസഫ് മാഷിന്റെ കാര്യമാണ്. ഈ ജോസഫ് മാഷിന്റെ കൈവെട്ടിയപ്പോൾ ആരാണ് അതിനെ അനുകൂലിച്ചത് എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. ജലീൽ പുനലൂർ ചോദിക്കുകയുണ്ടായി. MA ബേബി പറഞ്ഞ പ്രതികരണം കൂടി നമ്മുടെ മുന്നിലുണ്ട്. ജോസഫ് മാഷ് ഒരു മഠയനായിപ്പോയി, മുഹമ്മദ് എന്നൊക്കെ എഴുതി വെക്കാമോ എന്നുള്ള രീതിയിൽ MA ബേബിയുടെ പ്രതികരണമുണ്ടായി. അപ്പോൾ MA ബേബി അന്ന് പിന്തുണച്ചത് പോപ്പുലർ ഫ്രണ്ടുകാരിയാണ്. പക്ഷേ ജലീൽ പുനലൂരിനോട് അക്കാര്യം ചോദിക്കുമ്പോൾ അത് പറയാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. സ്വാഭാവികമായി നമുക്ക് എന്താണ് അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം എന്ന് വളരെ കൃത്യമായി മനസ്സിലാവുകയും ചെയ്യും. സമാനമായ രീതിയിലാണ് ഈ രീതിയിലുള്ള വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഈ മെഹർ മന്തിയുടെയൊക്കെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഒരിക്കലും ഇത് രണ്ടും കമ്പയർ ചെയ്യാൻ കഴിയുന്നതില്ല. പക്ഷേ ഇന്റർ കണക്റ്റഡ് ആണ് ഈ രണ്ട് വിഷയങ്ങളും. അങ്ങേക്കൊന്ന് നോക്കി വരാം ഡോക്ടർ നുസ്രത് ജഹാൻ. ജോസഫ് മാഷിന്റെ കൈ വെട്ടിയപ്പോ സംസാരിക്കാൻ ഒരു മുസ്ലിം പണ്ഡിതനോ ഒരു ക്രിസ്ത്യൻ പുരോഹിതനോ ഒന്നും തന്നെ വന്നിട്ടില്ല എന്ന് പച്ചയായ ഒരു സത്യ എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ വിധി വന്നപ്പോ പോലും അതിനെതിരെ സംസാരിച്ച കേരള സമൂഹമാണ്. അതൊന്നും നമുക്ക് കണ്ണടച്ചിരുട്ടാക്കാൻ പറ്റൂല. അതേപോലെ തന്നെയാണ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മുഹമ്മദ് എന്നുള്ള പേരിട്ടതിന് പറഞ്ഞപ്പോ എത്രയും അധികം സനാതന ധർമ്മത്തിന്റെ ഏറ്റവും ശക്തമായ ദൈവത്തിന്റെ ലോകം മുഴുവനും ഹിന്ദു മതവിശ്വാസികളല്ലാതെ ഭാരതം അല്ലാതെ പോലും ഇന്ന് ക്രിസ്ത്യന്റെ ടെമ്പിൾ, ഇസ്കോൺ ടെമ്പിൾ എന്ന് പറയുന്ന ഇംഗ്ലീഷുകാർ വരെ തുടങ്ങി. അവര് പോലും വിശ്വസിച്ച ഒരു ദൈവത്തിന്റെ പിക്ചർ ഇട്ട് അപമാനിക്കുക എന്നുള്ള ഒരു രീതി വരുമ്പോ അത് ഒരു ടെസ്റ്റ് ഡോസ് തന്നെയാണ്. 10ാമത്തെ സംഭവം ഒന്നും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അവിടെയാണ് കൃഷ്ണൻ തന്നെ പറഞ്ഞ ഭഗവത്ഗീതയിലെ ആ വരികൾ നമ്മൾ ഓർക്കേണ്ടത്. അധർമ്മത്തിന് വേണ്ടി നീ നോക്കി നിൽക്കാതെ അർജുന, നിന്റെ കുടുംബങ്ങളായിരിക്കും, ബന്ധങ്ങളായിരിക്കും, ഗുരുനാഥന്മാരായിരിക്കും, എല്ലാം ആയിരിക്കും. പക്ഷെ നീ അധർമ്മത്തിന് എതിരെ നീ യുദ്ധം ചെയ്യുക. ഇതൊക്കെ തീർന്നതാണ്. അവരെ യുദ്ധം ചെയ്യാൻ നിനക്കാണ് ഇപ്പോഴുള്ള സമയം. അത് നീ തുടങ്ങുക. എണീറ്റു ആണിനും പെണ്ണും പെട്ടവനെ പോലെ നിൽക്കാതെ എന്ന് പോലും അർജുനനെ വിശേഷിപ്പിച്ചിട്ടുണ്ട് ഭഗവാൻ കൃഷ്ണൻ തന്നെ. അതന്നെയാണ് ഈ ഹിന്ദുക്കളോട് ഈ ഭാരതത്തിന്റെ സനാതന ധർമ്മത്തില്, ഹിന്ദു എന്ന് പറഞ്ഞാൽ സനാതന ധർമ്മത്തെ വിശ്വസിക്കുന്നവരാ, അല്ലാതെ BJPയോ സംഘിയോ ഒന്നുമല്ല. പക്ഷെ RSS ഒരു കാര്യം പറയാം, ഇപ്പൊ പറയണ്ടല്ലോ വർഗീയത ഉണ്ടാക്കണ ഹിന്ദുക്കൾ RSS 100 വർഷമായിട്ട് ഇവിടെ ഉണ്ടെങ്കിലും RSS എന്ന് പറഞ്ഞൊരു സംഘടന ദൈവങ്ങൾക്ക് വേണ്ടിയല്ല, രാജ്യത്തിന്റെ കൾച്ചറിന് വേണ്ടിയാണ് പറഞ്ഞതെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഇത് രാഷ്ട്രീയമല്ല. അവർക്ക് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവുന്നതിന് മുമ്പേ ഉള്ള RSSന്റെ ഒരു ഐഡിയോളജി അതായിരുന്നു. ഇവിടുത്തെ കൾച്ചർ, ഇവിടുത്തെ ഉപനിഷത്തുകൾ, വേദങ്ങൾ, ഇതിനെല്ലാം നശിപ്പിക്കപ്പെട്ട നളന്ദ യൂണിവേഴ്സിറ്റി തൊട്ടിട്ട് തുടങ്ങുന്ന എല്ലാ വേദങ്ങളും സംസ്കാരങ്ങളും ഭാരതം എന്നുള്ള വാക്ക് വന്നത് തൊട്ടിട്ടുള്ള രാമനെയും കൃഷ്ണനെയും ബഹുമാനിക്കുന്ന ആ കഥകൾ പറഞ്ഞ് മോറൽ സ്റ്റോറീസ് ആണ്. യുദ്ധം, ധർമ്മം എവിടെ നശിക്കുന്നു, അധർമ്മം എവിടെ കാണുന്നു, അവിടെ നിന്ന് ആരായാലും യുദ്ധം ചെയ്യാൻ പഠിപ്പിച്ച ആ പാഠമാണ് RSS ഇതിലേക്ക് കൊണ്ടുവന്നത്. അത് രാഷ്ട്രീയം ഒന്നുമല്ല. അവരെന്നും അതേ പറയുള്ളൂ. ഇതുപോലെ ഇളകി ഒരു ഹിന്ദു സംസാരിക്കും. ഇപ്പൊ ജലീൽ സാഹിബ് ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞാൽ രണ്ടാമതെടുത്ത് നമ്മളെ ഇട്ടിട്ട് ചീത്ത വിളിക്കൂ. ഇതൊക്കെ ചെയ്ത് ചെരുപ്പ് കണ്ടിട്ടും മന്തി കണ്ടിട്ടും ഒന്നും ഒരു ഹിന്ദു ഇപ്പൊ അനിൽ വെളൽജി അവിടെ ഇരുന്ന് സംസാരിക്കണ കണ്ടു. അതാണ് സംസ്കാരം. നമ്മള് സംസ്കാരം പഠിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാ. ഭാരത സംസ്കാരത്തിൽ പറഞ്ഞിരിക്കണ സംസ്കാരം പഠിക്കണം. മറ്റുള്ളവനോട് പെരുമാറണ ശത്രുവിനോടും നശിപ്പിക്കുന്നവനും ധർമ്മത്തെ നശിപ്പിക്കുന്നവനും മാത്രമേ എതിരി പറഞ്ഞുള്ളൂ. അതുകൊണ്ട് ആ ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ലെവലിൽ തന്നെ പറയുള്ളൂ. ഭാരതധർമ്മത്തിന്റെ ഇതൊരു രാഷ്ട്രീയമേ അല്ല. ഭാരതധർമ്മത്തിനെ അപമാനിക്കുന്ന എന്തുണ്ടെങ്കിലും വീട്ടിൽ കയറി അടിക്കണം. നിയമത്തിന് ഇതിനൊന്നും ചെയ്യൂല. കാരണം നിയമം ഇപ്പൊ എവിടെ വന്നാലും ഇനിയിപ്പോ BJP സർക്കാർ ഭരിക്കുന്ന സ്ഥലത്താണ് ഇപ്പൊ TCS വന്നത്. അവിടെ ഇത്രയും പെൺകുട്ടികളെ മതം മാറ്റി ഇത്രയും ദ്രോഹിച്ചിട്ട് എന്താ ലാസ്റ്റ് ഇത്രയും വന്നിട്ടാണ് അവിടെ ഒരു നിയമം കൊണ്ടുവന്നത്. അവരിനിയും തുറക്കാൻ പാടില്ല. ഇപ്പതാ ലെൻസ് കാർട്ട് ഏറ്റവും വലിയ ഗ്ലാസിന്റെ ഷോറൂം, ഏറ്റവും കച്ചവടം. ഡോക്ടർ നുസ്രത് ജഹാൻ, പക്ഷെ ദൗർഭാഗ്യകരമായ കാര്യം എന്ന് പറയുന്നത് കേരളത്തിലെ ആളുകളൊന്നും ഇത് അറിയുന്നില്ല. ഇവർക്കൊരു രാഷ്ട്രീയ പ്രതികരണവുമില്ല. അങ്ങ് ഗാസയിലോ
കേരളത്തിലെ മാധ്യമങ്ങളിൽ എല്ലാ മീഡിയകളും ജൻസ്കാട്ടിനെ അവിടെ ഹിജാബ് ഇട്ട് വരാ, പൊട്ടിട്ടോ സിന്ദൂരിട്ടോ വന്ന അതെ. ഇത്തരം യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുമ്പോൾ അതിനെ വർഗീയതയായും ആ പറയുന്നവരെ വർഗീയവാദികളായും ചിത്രീകരിക്കുന്ന ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യം കേരളത്തിലുണ്ട്.